നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണും. ജസ്റ്റ് ഞാൻ പറയുന്നത് നമ്മളൊരു ചാനൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തൊട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. അതായത് ഒരു ചാനൽ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, അതുമായിട്ട് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നവരെ എല്ലാ കാര്യങ്ങളും ഞാൻ ഇതിൽ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു 10 മിനിറ്റ്സ് എടുക്കുന്നത്. എനിക്ക് ഒട്ടും താല്പര്യമില്ല ഇത്രയും ഇതാക്കാൻ. ബട്ട് നിങ്ങളെന്താ പറയുക, അത്രയും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നുണ്ട്, ശ്രദ്ധിച്ചിരിക്കുക. ഇനിയിപ്പോൾ അവധിയൊക്കെയാണല്ലോ, സോ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ എന്തായാലും ചാനലൊക്കെ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഇതിൽ ഞാൻ കാണിക്കുന്നത് എൻ്റെ സെക്കൻഡ് ചാനലാണ് കേട്ടോ. ഇതിൽ ഞാൻ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന കാണിക്കുന്നില്ല. ഇപ്പോൾ നമുക്ക് ഓൾറെഡി ഉള്ള അക്കൗണ്ട് ജസ്റ്റ് ഇങ്ങനെ എടുക്കുമ്പോൾ എഡിറ്റ് ചാനൽ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു പെൻസിൽ കാണും. അത് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ നെയിം നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ തന്നെ ചേഞ്ച് ചെയ്യാം, ഇമോജീസൊക്കെ കൊടുക്കാം. ജസ്റ്റ് നിങ്ങൾക്കുള്ള അക്കൗണ്ട് ജസ്റ്റ് നിങ്ങൾ ചേഞ്ച് ചെയ്തെടുക്കുക. അല്ലെന്നുണ്ടെങ്കിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയാം, ഞാൻ നെക്സ്റ്റ് അങ്ങനെ ഒരു വീഡിയോ ചെയ്യാം കേട്ടോ. അതാണ് അതിൻ്റെ തൊട്ട് താഴെ കിടക്കുന്ന ഹാൻഡിൽ. അത് ചെയ്യാൻ ഇത്തിരി കൂടെ പാടാണ്. അതായത് നമ്മൾ അടിക്കുന്നത് അത്ര സേവ് ആവില്ല, ഇങ്ങനെ റോങ് ആയിട്ടേ കാണിക്കും. ബട്ട് നമ്മളിങ്ങനെ ഓരോന്ന് മാറ്റി മാറ്റി ചെയ്ത് കൊടുക്കണം. അതേപോലെ ലാവൻഡർ ആയിട്ട് ഇങ്ങനെ പലത് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും നമുക്ക് ഇവർ തന്നെ ഒരെണ്ണം അഡ്വൈസ് ചെയ്യും കേട്ടോ. താഴെ ഇപ്പോൾ ഒരു S4 എന്ന് പറഞ്ഞ് കൊടുക്കും. അപ്പോൾ നമ്മൾ അത് തന്നെ കറക്റ്റായിട്ട് ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ സേവ് ചെയ്യാൻ പറ്റും. സോ നിങ്ങൾ അങ്ങനെ ചെയ്താൽ മതി ഹാൻഡിൽ. അല്ലെന്നുണ്ടെങ്കിൽ പഴയ അക്കൗണ്ടൊക്കെ ആണെങ്കിൽ ഹാൻഡിൽ വേറെ നെയിമായിരിക്കും കിടക്കുന്നത് കേട്ടോ. ഷോർട്സിലൊക്കെ ആണെങ്കിലും വേറെ നെയിമായിട്ടായിരിക്കും കാണുന്നത്. ഇപ്പോൾ എനിക്ക് ഈ ഒരു ഹാൻഡിൽ തന്നെയാണ് ഇഷ്ടമായത്, ഞാൻ അങ്ങനെ തന്നെ സേവ് ചെയ്തു. എൻ്റെ ഈ ചാനലിലും ആ ഹാൻഡിൽ തന്നെയാണ് കിടക്കുന്നത് കേട്ടോ, H2P എന്ന് വെച്ച്. പിന്നെ നിങ്ങൾക്ക് പ്രൊഫൈലും കൂടി ഇട്ട് കൊടുത്താൽ നമ്മുടെ ചാനൽ അവിടെ സെറ്റ് ആയിട്ടുണ്ട്. പിന്നെ ഇതാ ഈ ഒരു ഐറ്റം ഞാൻ ഇപ്പോൾ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. നിങ്ങൾക്ക് ഇവിടെ ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം നിങ്ങളുടെ ചാനലിനെ പറ്റി, എന്നാണ് സ്റ്റാർട്ട് ചെയ്തത്, ഈ ചാനൽ എന്തിനുള്ളതാണ്, ക്രാഫ്റ്റ് ആണോ അത് വ്ളോഗാണോ, അങ്ങനെയെല്ലാം നിങ്ങൾക്ക് കൊടുക്കാം കേട്ടോ. ഇവിടെ തന്നെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് പോസ്റ്റ് ഇടാൻ പറ്റുന്നൊരു രീതി ഉണ്ടല്ലോ നമ്മുടെ ചാനൽസിലൊക്കെ, ആ കമ്മ്യൂണിറ്റിക്കുള്ള കാര്യങ്ങളും എല്ലാം ഉണ്ട്. അതുപോലെ നമ്മുടെ സബ്സ്ക്രിപ്ഷൻസ് പ്രൈവറ്റ് ആക്കണോ പബ്ലിക് ആക്കണോ അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് ഓണാക്കി ഓഫാക്കുകയും ചെയ്യാം കേട്ടോ. അടുത്തായിട്ട് ഞാൻ എഡിറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് കാണിക്കുന്നത്. എൻ്റെ കയ്യിൽ ക്യാപ്കട്ടും ഇൻഷോട്ടും ഉണ്ട്. പക്ഷേ നിങ്ങൾ ചെയ്യുന്ന ടൈമിൽ ഇപ്പം ഫസ്റ്റ് നിങ്ങൾ ഇൻഷോട്ട് എന്ന് പറയുന്ന ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. അതായിരിക്കും കുറച്ചുകൂടി ഈസി ആൻഡ് ബെറ്റർ. ക്യാപ്കട്ടും കൊള്ളാം കേട്ടോ. നമ്മൾ വീഡിയോ ഇങ്ങനെ സെലക്ട് ചെയ്യുക കേട്ടോ. ആ ഒരു പ്ലസ്സിലുണ്ട്, വീഡിയോ ചെയ്യുന്നിടത്താണ് വീഡിയോ ചെയ്യേണ്ടത്, ഫോട്ടോയ്ക്ക് സെപ്പറേറ്റ് ഉണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇതുപോലെ എഡിറ്റ് ചെയ്യാനുള്ള സ്പേസിലേക്ക് വരും. ഇത് ഫുള്ളായിട്ട് കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ വെക്കുന്നത്. അപ്പോൾ നിങ്ങൾ കുറച്ച് ശ്രദ്ധിച്ചിരിക്കുക. ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഡെമോയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ എടുത്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ആ ഒരു വീഡിയോയിലാണ് ഞാൻ എഡിറ്റിംഗ് ഒക്കെ ചെയ്യുന്നത്. നമ്മൾ ആ ഒരു റോ ഉണ്ടല്ലോ അത് നീക്കുന്ന സമയം വോളിയം കാണും. വോളിയം ക്ലിക്ക് ചെയ്തിട്ട് വോളിയം 100 to 0 വരെ ആക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ വീഡിയോ എടുക്കുന്ന സമയം ബാക്ക്ഗ്രൗണ്ടിൽ ഭയങ്കര വോയിസ് കാണുമല്ലോ. പിന്നെ അവിടെ തന്നെ സ്പീഡ് ഉണ്ടാവും. ആ സ്പീഡ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ വരും. അപ്പം നമ്മളിപ്പോൾ എടുക്കുമ്പോൾ 3-4 മിനിറ്റുള്ള വീഡിയോസാണ്. ഷോർട്സ് ഇടുന്ന സമയം 1 മിനിറ്റ് താഴെ ആക്കാൻ നോക്കുക കേട്ടോ. പക്ഷേ 1 മിനിറ്റ് താഴെ എന്ന് പറയുമ്പോൾ ഭയങ്കര സ്പീഡായി പോവുകയാണെന്നുണ്ടെങ്കിൽ അത് ഭയങ്കര ബോറായിരിക്കും. സോ നിങ്ങൾ കുറച്ചുകൂടി സ്പീഡൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിടാൻ നോക്കുക. ഈ ഒരു റോ കണ്ടോ, വോളിയം ബാക്ക്ഗ്രൗണ്ട്, അവിടെ തന്നെയാണ് ഈ സ്പീഡും വോളിയും എല്ലാം ഉള്ളത്. പിന്നെ വീഡിയോസൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ കണ്ടു നോക്കാം എങ്ങനെയാണ് എന്നൊക്കെ. പിന്നെ ഇതിൽ വേറെ കുറേ ഓപ്ഷൻസ് വരുന്നുണ്ട്. ഇപ്പോൾ ഞാൻ മിനിമലായിട്ട് സ്റ്റാർട്ടിങ്ങിനെ പറ്റിയിട്ടാണ് കാണിക്കുന്നത്. ഇവിടെ മ്യൂസിക് ആഡ് ചെയ്യാം, അതുപോലെ വോയിസ് ഓവർ കൊടുക്കാനും പറ്റും. ആ റെക്കോർഡ് എന്ന് പറയുന്ന ഓപ്ഷൻ എടുത്തിട്ട് അതായത് സ്റ്റാർട്ട് ചെയ്യുമ്പം നമുക്ക് പറയാം, വേണമെങ്കിൽ സ്റ്റോപ്പ് ചെയ്യാം, കളയാനുണ്ടെങ്കിൽ ആ ഒരു അടുത്ത് തന്നെ ഒരു ആരോ പോലെ ഉണ്ട്, അത് കൊടുത്താൽ പൊക്കോളും. ഷോർട്സൊക്കെ നമുക്ക് ഡയറക്റ്റ്ലി യൂട്യൂബിൽ നിന്ന് വോയിസ് ഓവർ കൊടുക്കാം. എങ്കിലും ലോങ് വീഡിയോസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു നമ്മുടെ എഡിറ്റിംഗ് ആപ്പിൽ നിന്നേ വോയിസ് ഓവർ കൊടുക്കാൻ പറ്റുള്ളൂ. പിന്നെ നിങ്ങൾക്ക് ടെക്സ്റ്റൊക്കെ എഴുതി കൊടുക്കാം, നമ്മുടെ തംബ്നെയിലിനൊക്കെ വേണ്ടിയിട്ട് ഇഷ്ടമുള്ളത് കൊടുക്കാം. അതുപോലെ അത് ഡിഫറെൻറ്റ് ടെക്സ്റ്റ് ആക്കാം. അതുപോലെ ഇതിൻ്റെ പല കളേഴ്സിലൊക്കെ ഇടാം. അതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ തന്നെ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതൊക്കെ എടുക്കുന്ന സമയം നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും കേട്ടോ. പിന്നെ ഈ സ്റ്റിക്കേഴ്സ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ ഇടയ്ക്ക് കാണില്ലേ ഓരോ വീഡിയോസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ സബ്സ്ക്രൈബ്, ലൈക്ക്, അങ്ങനത്തെ ഒരു ഇമോജീസൊക്കെ, അതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ നിന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ എൻ്റെ ഇൻഷോട്ടൊന്ന് ക്ലിയർ ചെയ്തായിരുന്നു, അതാണിപ്പോൾ എൻ്റെ ഈ ഒരു ഇമോജീസ് ഒന്നും അവിടെ കാണാത്തത്, ആ സ്റ്റിക്കേഴ്സൊക്കെ. അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ ആഡ് ചെയ്ത് കാണിച്ചേനെ. എന്തായാലും അത് ഞാൻ പിന്നെ സെറ്റ് ആക്കോളാം. പിന്നെ ഇതായിപ്പം ഞാൻ വേറൊരെണ്ണം കാണിച്ചു തരാം. ഈ റെക്കോർഡ് എന്ന് പറയുന്ന ഒരെണ്ണം എടുത്തിട്ടുണ്ട്. ആ മുകളിലായിട്ട് നമുക്ക് സൈസൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ കണ്ടോ, അതൊന്ന് പ്രസ് ചെയ്ത് അത് ഫുള്ള് ആ ഒരു വീഡിയോയിലാക്കി കൊടുത്തു കഴിഞ്ഞാൽ കണ്ടോ നമ്മുടെ വീഡിയോയിൽ ആ റെക്കോർഡ് എന്ന് പറയുന്ന ആ ഒരു സ്റ്റിക്കർ അവിടെ തന്നെ കാണും. ഇതുപോലെ നന്നായിട്ട് വരും. പിന്നെ ആ ഒരു ഇൻഷോട്ട് എന്നുള്ള എഴുത്ത് താഴെയായിട്ട് കാണാം. അതിൽ തൊട്ടിട്ട് ഫ്രീ റിമൂവ് എടുക്കുക. ഇൻഷോട്ട് പ്രോ യൂസ് ചെയ്യുന്നവർ അത് നമ്മൾ ക്യാഷ് കൊടുത്ത് ചെയ്യുന്നതാണ്. അതാണെങ്കിൽ നിങ്ങൾക്ക് കുഴപ്പമില്ല, ഫ്രീ ആയിട്ട് കിട്ടും. ഇപ്പം ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ വീഡിയോ കണ്ടു തന്നെ കളയുകയാണ്. പിന്നെ അതിൻ്റെ മുകളിലായിട്ട് ആ ഒരു സൈഡിൽ ഒരു എക്സ്പോർട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ഇതിൽ നമുക്ക് ഏറ്റവും കൂടുതലും കുറവൊക്കെ ഇട്ട് കൊടുക്കാം. ഏറ്റവും നല്ലത് ഇപ്പോൾ കിടക്കുന്ന ഒരു 1080 30 ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ അങ്ങനെ തന്നെ ചെയ്താൽ മതി. ഞാൻ ഏറ്റവും കൂടുതൽ ചെയ്ത സമയത്ത് മൊത്തം ആ വീഡിയോസിൻ്റെ പണി കിട്ടലാണ് കേട്ടോ. അതുകൊണ്ട് ഞാനിപ്പോൾ ചെയ്യുന്നില്ല, ഇങ്ങനെ തന്നെയാണ് ഇടുന്നത്.
ഇത് കണ്ടോ, ഇതുപോലെ ഇനി 100 ആവാൻ വെയിറ്റ് ചെയ്യുക. ഡേറ്റ കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ അതായി കിട്ടും, അല്ലെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ടഫാണ്. ഇനി യൂട്യൂബ് എടുക്കാം. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇൻഷോട്ടിൽ നിന്ന് ഡയറക്റ്റ്ലി യൂട്യൂബിലേക്ക് അപ്ലോഡ് ആക്കാം. പക്ഷേ നിങ്ങൾ വേറെ ആപ്പാണ് യൂസ് ചെയ്യുന്നതെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ യൂട്യൂബിൽ നിന്ന് ഡയറക്റ്റായിട്ട് കാണിക്കുന്നത്. ആ ഒരു പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ഷോർട്സിലേക്ക് മാറ്റുക, വീഡിയോ സെലക്ട് ചെയ്യുക. നമ്മൾ എഡിറ്റ് ചെയ്ത് വെച്ച ആ ഒരു വീഡിയോ സെലക്ട് ചെയ്യുക. ആ വീഡിയോ ഗാലറി വന്നൊന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം നിങ്ങൾ എടുക്കുക കേട്ടോ. പിന്നെ ഈ ഒരു ഡൺ കൊടുക്കുക. നിങ്ങൾ വീഡിയോ കറക്റ്റ് ഇത്രയും തന്നെ അല്ലേ എന്നൊക്കെ നോക്കി ഡൺ കൊടുക്കുമ്പോൾ ഈ ഒരു പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞ് വരും. അത് ആ ഒരു റൗണ്ട് ഫുള്ളൊന്ന് വൈറ്റ് കളർ ആവുന്ന വരെ വെയിറ്റ് ചെയ്യുക. അത് ഡേറ്റ കുറവാണെങ്കിൽ ലാഗ് ആവുള്ളൂ, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ വരും കേട്ടോ. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ബോക്സിൽ പറയണേ, എനിക്കറിയാമെന്നാണ് ഞാൻ പറയാം. അടുത്തായിട്ട് നമ്മൾ ഇങ്ങനൊരു സ്ഥലത്തായിരിക്കും എത്തുന്നത്. അവിടെ സൈഡിൽ തന്നെ വോയിസ് ഓവർ കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് ഏറ്റവും താഴെ. അതിൽ തൊട്ട് കഴിഞ്ഞാൽ നമുക്കിതാ ഇതുപോലെ ഓൺ ആക്കാം. എന്നിട്ട് വോയിസ് പറയാം. ഹലോ ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് ഇങ്ങനെയാണ് ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞ് ഷോർട്സിലൊക്കെ കാണത്തില്ല, അതുപോലെ പറയാം. സ്റ്റോപ്പ് ആക്കാം. എന്നിട്ട് അത് കളയാൻ വേണ്ടിയിട്ട് ഓപ്ഷൻ ഉണ്ട്. അങ്ങനെ ഫുള്ളായിട്ട് നിങ്ങൾക്ക് പറയാം. വേണമെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് നിർത്തി പറയാം, നിങ്ങൾ ആലോചിക്കാനും അങ്ങനെയൊക്കെ ചെയ്യാം. ഇതിപ്പോൾ തെറ്റിപ്പോയെന്ന് വിചാരിച്ചാൽ മാറ്റുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഈ ഒരു ഓപ്ഷൻ കണ്ടോ, അവിടെ ഒരു ആരോ പോലെ ഉണ്ട്. ആദ്യം തൊട്ട് കഴിഞ്ഞാൽ ഫുള്ളായിട്ട് പൊക്കോളൂ കേട്ടോ. ഫുള്ളായിട്ടും പോകില്ല, നിങ്ങൾ കട്ട് ചെയ്യുന്ന ഓരോരോ പാർട്ടായിട്ടേ പോകും. ഫുള്ളായിട്ട് കളയണമെന്നുണ്ടെങ്കിൽ അത് ഒന്ന് രണ്ട് തവണ ക്ലിക്ക് ചെയ്ത് പോയാൽ മതി. അടുത്ത മുകളിലായിട്ട് ആഡ് സൗണ്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 1 മിനിറ്റിന് താഴെയുള്ള വീഡിയോസ് ആണെങ്കിൽ ആഡ് സൗണ്ട് പറ്റും. അതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സൗണ്ട്, ഇപ്പം ട്രെൻഡിങ് ആയിട്ടുള്ളതൊക്കെ മുകളിൽ വന്ന് കിടപ്പുണ്ടായിരിക്കും. ഇതിൽ ഞാൻ കുറേ നാളെ വീഡിയോ ഇട്ടിട്ട് അതുകൊണ്ടാണ് ഈ നേരത്തെ ട്രെൻഡിങ്ങിലായ മ്യൂസിക്കൊക്കെ കിടക്കുന്നത്. പിന്നെ സേവ്ഡ് ആണെങ്കിൽ നിങ്ങൾക്ക് സേവ് ചെയ്ത് മ്യൂസിക് എടുക്കാം. പിന്നെ സെർച്ച് ഉണ്ട്, അവിടെ പോയിട്ട് നിങ്ങൾക്ക് വേണ്ട മ്യൂസിക് ഏതാണെന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുക, അപ്പോൾ അത് കിട്ടും. അപ്പോൾ ഞാനിപ്പം എന്താ പറയുക, ന്യൂ ട്രെൻഡിങ് എന്നൊക്കെ പറഞ്ഞ് കൊടുത്തു, പക്ഷെ അത് വന്നില്ല. സോ ഇപ്പം നമുക്കറിയാമല്ലോ ട്രെൻഡിങ് ആയിട്ടുള്ള ഏത് മ്യൂസിക്സ് ആണെന്ന്, അപ്പോൾ അതനുസരിച്ച് ചെയ്യാം. അല്ലെന്നുണ്ടെങ്കിൽ വേറെ ആൾക്കാരുടെ വീഡിയോ കണ്ടിട്ട് അതൊന്ന് സേവ് ചെയ്ത് വെച്ചാൽ മതി. അതാകുമ്പോൾ നമ്മളിവിടെ ആഡ് സൗണ്ട് കൊടുക്കുമ്പോൾ സേവ്ഡ് മ്യൂസിക്സ് എന്ന് പറഞ്ഞ് കിടക്കും. ഇപ്പം ഞാൻ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു മ്യൂസിക്കിൻ്റെ നെയിം കൊടുത്തപ്പോൾ തന്നെ അത് വന്നിട്ടുണ്ട്. അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക, ഒരു ബ്ലൂ കളർ ആരോയിൽ കൊടുക്കുക. കണ്ടോ, ഇപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് ആ മ്യൂസിക് വന്നിട്ടുണ്ട്. ഇനി ഈ മ്യൂസിക്കിൻ്റെ വേറെ പാർട്ടാണ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ മ്യൂസിക് മുകളിൽ ഓടുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം. അതിൽ തന്നെ ക്ലിക്ക് ചെയ്ത് ഈ ഒരു ആരോ, ഈ ഒരു സെക്ഷൻ ഉണ്ടല്ലോ, അതൊന്ന് നീക്കി കൊടുത്തു കഴിഞ്ഞാൽ സെറ്റാവും. എന്നിട്ട് നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് കൊടുക്കുമ്പോഴാണ് നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം വരുന്നത്. ഇവിടെ കുറേ കാര്യങ്ങൾ കൊടുക്കാനുണ്ട്, എല്ലാം ഒന്നും ചെയ്യണമെന്നില്ല. ഞാനിങ്ങനെ അടുപ്പിച്ച് വോയിസ് ഓവർ കൊടുക്കുന്നതുകൊണ്ടാണ് കേട്ടോ ഇടയ്ക്ക് ഇങ്ങനെ തെറ്റിപ്പോണതും മടുക്കുന്നതും. കണ്ടപ്പോൾ ഇതെല്ലാം നമുക്ക് സെറ്റ് ചെയ്യാം. ഫസ്റ്റ് ഞാൻ തംബ്നെയിലാണ് കൊടുത്തത്. ആ ഒരു വീഡിയോയുടെ പാർട്ട് നിങ്ങൾ ആ മുകളിൽ കണ്ടില്ലേ, അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഏത് ഭാഗം നമ്മുടെ വീഡിയോയിൽ ഇവിടെ ഏത് ഭാഗം വേണോ അവിടെ വെച്ചിട്ട് ആ മുകളിലുള്ള ടിക്ക് കൊടുത്തു കഴിഞ്ഞാൽ സെറ്റാവും. ഞാനിപ്പം ഡെമോയ്ക്ക് വേണ്ടി കാണിക്കുന്നതാണ് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ടെക്സ്റ്റ് കൊടുക്കാം. ആ സൈഡിലായിട്ടൊരു എ കാണാമല്ലോ, ആ എയിൽ തൊട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തംബ്നെയിലിൽ തന്നെ റൈറ്റിങ്സ് കൊടുക്കാം. ഇപ്പോൾ ഡേ ഇൻ മൈ ലൈഫ് അല്ലെങ്കിൽ വ്ളോഗ് അങ്ങനെയൊക്കെ എഴുതിയൊക്കെ വെക്കാം. ആൻഡ് ഓൾസോ ഞാൻ പറയാൻ മറന്നു ഇതാണ് കേട്ടോ, വീഡിയോ ഭയങ്കര ലാഗ് ആവുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പെട്ടെന്ന് പറയുന്നത്. നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ആക്കണേ. അടുത്ത കാര്യം ഇവിടെയാണ്, ടൈറ്റിലാണ്. ടൈറ്റിൽ നിങ്ങൾക്ക് എങ്ങനെ വെള്ളം കൊടുക്കാം. ഇപ്പം ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നെയിം ആർട്ടാണ് ഇതിൽ ചെയ്യുന്നത്. സോ നെയിം ആർട്ട് എന്ന് പറഞ്ഞ് കൊടുത്തു. നമുക്ക് വേണേൽ ഇമോജീസ് ഒക്കെ കൊടുക്കാം, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. പിന്നെ #ടാഗ്സ് ആഡ് ചെയ്യണം, അത് ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ചാനലിൻ്റെ പേര് അതുപോലെ ഭയങ്കര വൈറലായിട്ടുള്ള കാര്യങ്ങളൊക്കെ എഴുതി കൊടുക്കാം. ഇപ്പോൾ ട്രെൻഡിങ്, ജേണൽ, ഇപ്പം നമ്മൾ ഏത് രീതിയിലാണോ ചെയ്യുന്നത് അതനുസരിച്ച് കൊടുക്കുക. ഇപ്പം നെയിം ആർട്ട് ആണെന്നുണ്ടെങ്കിൽ #ടാഗ് കൊടുത്തിട്ട് നെയിം ആർട്ട് എന്ന് കൊടുക്കാം. അങ്ങനെ #ടാഗ്സ് ആഡ് ചെയ്യാം. 100 ആഡ് ചെയ്യാൻ പറ്റുള്ളൂ, 100 ലെറ്റേഴ്സ്. സോ അത്ര കൂടുതലാകുമ്പോൾ തന്നെ അവിടെ റെഡ് കളർ വരും. പിന്നെ ഡിസ്ക്രിപ്ഷനിൽ പോയിട്ട് നമുക്കിതുപോലെ #ടാഗ്സ് ആഡ് ചെയ്യാം. അവിടെ തന്നെ അവർ തന്നെ കുറേ തന്നിട്ടുണ്ടാവും. ഇടയ്ക്ക് ഇങ്ങനെ ആഡ് ചെയ്യുന്ന സമയം മുകളിൽ എക്സ്ട്രാ ഈ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തതും കൂടി ടൈറ്റിലേക്ക് കയറി വരും. ആ ടൈമിൽ ഞാൻ ടൈറ്റിൽ ഒന്ന് ഷോർട്ടാക്കി കൊടുത്താണ്. ഇപ്പം മുമ്പ് നമ്മൾ ആദ്യം ടൈറ്റിലിൽ 100 വരെയല്ലേ എത്തിച്ചുള്ളൂ, അത്രയും തന്നെ ആക്കി വെച്ചിട്ടുണ്ട്. ഗൈസ്, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതൊന്നും മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ, ഞാനിങ്ങനെ പറയുന്നത് കേട്ടിട്ട് മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് വോയിസ് ഒന്ന് അവോയ്ഡ് ചെയ്യാം, വീഡിയോ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക, അത്രയും മതി കേട്ടോ. എന്നാൽ പറയുന്നത് കേട്ട് മനസ്സിലായിട്ട് ചോദിക്കുന്നവരും ഉണ്ട് കേട്ടോ, അതാണ് ഞാനിങ്ങനെ പറയുന്നത്. ഇടയ്ക്ക് എനിക്ക് തോന്നി മനസ്സിലായില്ലല്ലോ എന്ന്. അപ്പോൾ ആ വീഡിയോ അപ്ലോഡ് ആവുന്നുണ്ട്, ഡേറ്റ് അനുസരിച്ച് അപ്ലോഡ് ആയിക്കോളും. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ടൈമൊക്കെ സെറ്റ് ചെയ്ത് അപ്ലോഡ് ആക്കാം. എന്തായാലും ഞാൻ ഡെമോക്ക് വേണ്ടി ചെയ്തായതുകൊണ്ട് ആ വീഡിയോ ഡിലീറ്റ് ചെയ്ത് കളയുന്നുണ്ട്. ഇതെൻ്റെ വേറെ ചാനലിലാണല്ലോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. യൂസ്ഫുള്ളായ എല്ലാവരും സപ്പോർട്ടാക്കാൻ മറക്കണ്ട. ഒരു സബ്സ്ക്രൈബും ലൈക്കും ഒക്കെ തന്ന് സപ്പോർട്ടാക്കുക. ഇത് മെയിനായിട്ട് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിന് വേണ്ടിയിട്ടായിരുന്നു കേട്ടോ ചെയ്തത്, അതാണ് ഞാനിങ്ങനെ പറഞ്ഞത്, ഇത്രയും നേരമൊക്കെ എടുത്തത്. നിങ്ങളാണ് ഇത്രയും നേരം കണ്ടിരിക്കില്ലല്ലോ. അപ്പോൾ ബൈ.